ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നെങ്കിൽ കേരള സ്റ്റൈൽ നമ്മളാണ് ഈ പരിപ്പും മുരിങ്ങയും എങ്ങനെ തേങ്ങ അരച്ചൊരു കറി വെക്കാൻ നമുക്കൊന്ന് കാണിച്ചുകൊണ്ടുകൊണ്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് അറിയുന്നവരൊക്കെ കാണും, അറിയാത്തവർക്ക് വേണ്ടിയാണേ ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ തോരപ്പരിപ്പ് കഴുകി ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി നമുക്കാണെങ്കിൽ ഒരു അരമണിക്കൂറത്തേക്ക് കുതിർത്തി വെക്കാം. എന്നിട്ട് നമുക്കിനി അത് ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു അരപ്പ് റെഡിയാക്കിയെടുക്കാം. അത്ര നേരം നമുക്കൊരു അരപ്പ് റെഡിയാക്കിയെടുക്കാം. 3-4 ടേബിൾ സ്പൂൺ നമുക്ക് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളി അല്ലി ഇട്ട് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കാണെങ്കിൽ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുരിങ്ങയ്ക്ക 3 ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ വരുന്ന ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒത്തിരി ഇട്ട് അടുപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ അതൊക്കെ വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ മുരിങ്ങയ്ക്കല്ല. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. ഒറ്റൊരു വിസിൽ അടിച്ചാൽ മതി. ഇനി നമുക്കാണെങ്കിൽ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു അരക്കപ്പ് വെള്ളം കൂടെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി, ഒത്തിരി വെള്ളം പോലെ ആക്കല്ലേ, ഒന്ന് കുറുകിയ പരിപ്പ് വരെയൊക്കെ അറിയാമല്ലോ എങ്ങനെ ആയിരിക്കുന്നതെന്ന്. അപ്പോൾ ഒന്ന് കുറുകിയ പാകത്തിനാക്കി എടുക്കണം. ഇനി ഒരു തള വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒത്തിരി കണ്ടമാനായിട്ട് തിളപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞതുപോലെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ ചെറിയൊരു തള വരുമ്പോഴത്തേക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് അവിടെ ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു തടക്ക റെഡിയാക്കി എടുക്കാം. തടക്കാപ്പതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചോട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 ഉണക്കമുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടേ നമ്മൾ തടക്ക റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഇളക്കി കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ്.